പഠിച്ചിരുന്ന പല ആളുകളും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUവിലും പഠിച്ചിട്ടുള്ള എന്റെ കൂടെ പഠിച്ചിരുന്ന പല സഹപാഠികളെയും ഇത്തരം വീട്ടുകാരെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അർബൻ നക്സലുകൾ എന്ന് പറഞ്ഞ് ജയിലിൽ അടച്ചിട്ടുണ്ട്. എത്രയധികം പത്രപ്രവർത്തകരെ, എത്രയധികം പത്രസ്ഥാപനങ്ങളെ പൂട്ടിടിപ്പിച്ചു. അങ്ങനെ അടിയന്തരാവസ്ഥയെക്കാളും വളരെ മോശമായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു. ഗവർണർ ഉപയോഗിച്ച് പാരലൽ ഭരണം നടത്താൻ ശ്രമിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്. എന്നിട്ടാണ് പൊളിറ്റിക്കൽ എത്തിക്സിനെ കുറിച്ച് പറയുന്നത്. നാണമില്ലേ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ എത്തിക്സിനെ കുറിച്ച് സംസാരിക്കാൻ? BJP പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്, എന്ത് എത്തിക്സ് ആണ് ഇവർക്കുള്ളത്? എന്ത് പൊളിറ്റിക്കൽ എത്തിക്സ് ഉള്ളത്? നിങ്ങളുടെ കേസിനകത്ത് നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. 1.72 കോടി രൂപയ്ക്ക് വാങ്ങി കൊടുത്തിരിക്കുന്ന സേവനം എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി, നിങ്ങളുടെ പ്രശ്നം തീരും. അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിഫ് ഹൗസിലേക്ക് വരേണ്ട കാര്യമില്ല, വീണയുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ആൾക്കാർ പൊതുജനം നിങ്ങളോട് ചോദിക്കുകയാണ് 1.72 കോടി രൂപയ്ക്ക് നിങ്ങൾ കൊടുത്ത സേവനം എന്താണെന്നൊക്കെ പറഞ്ഞാൽ മതി. നിങ്ങളുടെ എത്തിക്സോടുകൂടി അങ്ങ് പറഞ്ഞാൽ മതി നിങ്ങൾ കൊടുത്ത സേവനം എന്താണെന്നുള്ള കാര്യം. ലോകരത്ന ടേബിളിന്റെ കാലൊടിഞ്ഞത് മാറ്റി വയ്ക്കാനാണെന്നൊന്നും പറയരുത്. അത് പൊതുജനം വിശ്വസിക്കുന്ന സാധനമല്ല. സർഫെക്സിൽ വാങ്ങിച്ചതാണെന്നും പറയരുത്. നിങ്ങൾ കൊടുത്ത സേവനം എന്താണ്? വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി അവരുടെ കമ്പനിയായ എക്സാലോജിക്ക് CMR എന്ന് പറയുന്ന കമ്പനിക്ക് 1.72 കോടി രൂപയ്ക്ക് കൊടുത്ത സേവനം എന്താണ്? അത് മാത്രമാണ് ചോദ്യം. നിങ്ങൾ നാണം മറയ്ക്കാൻ വേണ്ടി ഡൽഹിയിലേക്കും കേജ്രിവാളിന്റെ അടുത്തേക്കും ഒന്നും ഓടിയിട്ട് കാര്യമില്ല. കാരണം അവർ ഓൾറെഡി പെട്ടുകഴിഞ്ഞു. കൃത്യമായ എവിഡൻസ് അവിടെ ഉണ്ട്. അവര് പെട്ടുകഴിഞ്ഞു. നിങ്ങൾ അടുത്തത് പെടും. അതുകൊണ്ട് മര്യാദകൾ എന്താന്ന് പറയുക. പിന്നെ തോമസ് ഐസക്കിനെ മസാല ബോണ്ട് വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 6 or 7 സമൻസ് അയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോയി മൊഴി കൊടുക്കുക. ഈ മസാല ബോണ്ടിന് ഏത് കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? അവരുടെ കയ്യിൽ നിന്ന് എത്ര രൂപയ്ക്കാണ് ആ ഇൻവെസ്റ്റ്മെന്റ് അവിടെ വാങ്ങിയിട്ടിരിക്കുന്നത്? അങ്ങനെ അവർക്ക് ഇത്രയും കൂടിയ തുക പലിശ കൊടുത്ത് ആ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കമ്മീഷൻ ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയോ തോമസ് ഐസക്കോ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയണം. ഇത്രേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല. ജയരാജ്, താങ്കൾ ഈ അന്വേഷണം നടത്തുന്നത് CPM-നെ നിശബ്ദരാക്കാനാണ്, ആക്രമിക്കാനാണ്, തെരഞ്ഞെടുപ്പ് സമയത്തെ സ്റ്റണ്ടാണ് എന്നൊക്കെ പറയാം. പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ നേരത്തെയും ചോദിച്ചു, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. എക്സാലോജിക്കും ഇടപാട് തോമസ് ഐസക്കിന്റെ കാര്യമാണെങ്കിൽ തോമസ് ഐസക് ഇതുവരെ EDക്ക് മുന്നിൽ പോകുവാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ 6ാമത്തെ തവണയാണല്ലോ വന്നിരിക്കുന്നത്. എത്ര പ്രാവശ്യമാണ് ഇവിടെ കിഫ്ബിയുടെ ഓഫീസിൽ കയറി ഇറങ്ങിയത്? അവിടുത്തെ കിഫ്ബിയുടെ ഓഫീസിൽ അവരെ ഹരാസ്മെന്റ് നേരിട്ട സ്ത്രീകൾ വരെ അതിനെക്കുറിച്ച് പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നാളെ വെളിയിൽ വരുത്തേ ഉള്ളൂ. പൂക്കോട് വെറ്റുനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ മരിച്ചു കഴിഞ്ഞ ശവത്തിനെതിരെ കൊണ്ടുപോയിട്ട് പെൺകുട്ടിയെ കൊണ്ട് പരാതി എടുപ്പിച്ചോലല്ലേ നമ്മൾ ഇതൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. ഭാഷ ഇനി അടുത്ത നെഞ്ചുവേദനയായിരിക്കും. നമുക്കറിയാലോ, കള്ളരേഖകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് കള്ളക്കേസ് എടുക്കാനൊന്നും അല്ല ഇത്തരം ഏജൻസികളെ, അല്ലെങ്കിൽ ബോണ്ട് പിരിക്കാൻ വേണ്ടി ഹഫ്ത പിരിക്കുന്ന ഏജൻസികളായിട്ട് ഗുണ്ടാ പിരിവുകാരായിട്ട് ഈ ഏജൻസികളെ മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് ഇലക്ട്രൽ ബോണ്ടിന്റെ സഖാവേ. ഈ ഇലക്ട്രൽ ബോണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1% വോട്ട് വേണം. അത് ഇല്ലാത്തവർ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് വേണ്ടെന്നുള്ളത് നയപരമായ, അത് നയപരമല്ല. 1% വോട്ട് വേണം ഇന്ത്യയിൽ. അതില്ലാത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നയപരമായ തീരുമാനമായ തീരുമാനമായിരിക്കും നോട്ടയുടെ പുറകെ പോയിരിക്കാന്നുള്ളത്. നയപരമായ തീരുമാനം ശരിയാണെന്ന് തെളിയുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ 1% കണക്കുമായി താങ്കൾ വരുന്നത്? ഇലക്ട്രൽ ബോണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ 1% വോട്ട് ഉള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇടതുപക്ഷ പാർട്ടികൾക്ക് പലതിനും അതില്ല. അതുകൊണ്ടാണ് വാങ്ങാത്തത്, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് കൈതോലപ്പായയില് പൊതിഞ്ഞോണ്ട് പോകുന്നത്. എനിക്കറിയില്ല, പല ഇടതുപക്ഷ പാർട്ടികൾക്കും ഇല്ല. അതാണ് പ്രശ്നം. ഞാൻ CPM എന്ന് പറഞ്ഞില്ല, പല ഇടതുപക്ഷ പാർട്ടികൾക്കും ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കൈതോലപ്പായ. ഞാൻ ചോദിച്ച ചോദ്യം അല്ല, നിങ്ങൾ പറയുന്നുണ്ട് അല്ലല്ല ഈ വേട്ടയാടലാണെന്ന്. ആയിക്കോട്ടെ, പക്ഷെ എന്താണ് നടക്കുന്നത്, എന്താണ് സേവനം എന്നൊക്കെ ഒന്ന് തുറന്നു പറയാമല്ലോ. അത് പറയാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി ഒന്ന് അന്വേഷിക്കണ്ടേ? ഇതൊക്കെ പുറത്തു വരണ്ടേ? ശരി, ശ്രീ N. ശ്രീകുമാർ, CPM-നെ ഡിഫെൻഡ് അല്ല, ഇതിൻ്റെ അകത്ത് ഒന്ന് CPM ഇപ്പം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം. ഞാൻ വീണ്ടും പറയുകയാണ്, കൊടുത്ത സേവനം എന്താണ് എന്ന് കൃത്യമായിട്ട് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ നമ്മൾ റോക്കറ്റ് സയൻസ് പറയേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. വീണയുടെ കമ്പനി എന്താണ് സേവനം കൊടുത്തത് അത് പറയുക. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. അത് ചോദിക്കുമ്പോൾ അതിന് പകരം കേജ്രിവാള്, അത് ഇത്, ആ വാള്, ഈ വാള്, അരിവാള്, ചുറ്റിക, അന്വേഷണമാണ് SFIO നടത്തേണ്ടത്. അതിനു മുൻപ് റിപ്പോർട്ട് കൊടുത്തു എന്നൊക്കെ. SFIO വീണ വിജയനോട് രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു.
പക്ഷേ കൊടുക്കുവാൻ അവരുടെ കയ്യിലില്ല. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇടക്കാല റിപ്പോർട്ടായിട്ട് പോയതും ED അന്വേഷണം ഏറ്റെടുത്തതും. എന്ന് വെച്ച് SFIയുടെ അന്വേഷണം തീർന്നിട്ടില്ല, അവരുടെ അന്വേഷണം തുടരുകയുമാണ്. ശ്രീ ജയരാജ്, തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയരുത്. പക്ഷേ ഇതുവരെ ഒരു കാര്യവും അന്വേഷണ ഏജൻസികൾക്ക് നൽകാൻ ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് പറ്റിയില്ല. CMRL കൊടുത്തതൊന്നും അതൊന്നും കൃത്യമല്ല എന്നുള്ള കാര്യം അത് ആദായനികുതി വകുപ്പിന്റെ ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡ് തന്നെ കണ്ടെത്തിയതാണ്. അതുമാത്രമല്ല, കർണാടക ഹൈക്കോടതിയിലേക്ക് പോലും പോയതാണല്ലോ. എന്തുകൊണ്ട് കോടതി അത് വിശ്വാസത്തിലെടുത്തില്ല? ഇതിനകത്ത് CMRL കൊടുത്ത റിട്ട് 5% മാത്രമേ ഓഹരികളുള്ളൂ എന്നുള്ള ഒരു വിഷയത്തിനകത്താണ് ആ റിട്ട് തള്ളിപ്പോയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ മറ്റു 2 വിഷയങ്ങൾ അന്വേഷണം നടത്തരുതെന്ന് സാധാരണഗതിയിൽ ഒരു കോടതി ഒരു കേസിന്റെ കാര്യവും പറയത്തില്ല. അങ്ങനെ ആര് എന്ത് അപ്പീൽ കൊടുത്താലും സാധാരണഗതിയിൽ അങ്ങനെ പറയാറില്ല. അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമേ ഉപരിക്കോടതികൾ സാധാരണഗതിയിൽ പറയാറുള്ളൂ. ശ്രീ ബി ജയരാജ്, ആ കർണാടക ഹൈക്കോടതിയിൽ പോയത് നന്നായി. അതുകൊണ്ട് പൊതുസമൂഹത്തിന് കുറെ കാര്യങ്ങൾ ആ കോടതി വിധി പുറത്തു വന്നപ്പോൾ മനസ്സിലായി. ഈ AKG സെന്റർ വിലാസം കൊടുത്തതും അതിന് പിഴ ഈടാക്കപ്പെട്ടതും അതിനുശേഷം EDയുടെ അന്വേഷണം 2021 നടന്നതും അങ്ങനെ തുടർച്ചയായുള്ള ക്രമക്കേടുകൾ പൊതുസമൂഹത്തിന് ബോധ്യമായി. അതിനൊന്നും മറുപടിയില്ല. പറയേണ്ടി വരുന്നു ചില ഘട്ടങ്ങളിലെങ്കിലും. അങ്ങനെയൊക്കെ പറഞ്ഞേക്കല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ BJP ഒക്കെ രക്ഷപ്പെടാൻ പോണേ. BJP രക്ഷപ്പെടാൻ പോണേ. നാളെ കെജ്രിവാളിന് ജാമ്യം കൊടുത്താൽ കോടതിയൊക്കെ ഇങ്ങനെയാണെന്ന് CPM-കാരൻ തന്നെ പറഞ്ഞു എന്ന് പറയും. അത് വേണ്ട. അങ്ങനെ അങ്ങനെയല്ല, അല്പമെങ്കിലും ഒരു പ്രതീക്ഷ, ഒരു തരി പ്രതീക്ഷയുണ്ട് കോടതികളില്. ആ പ്രതീക്ഷ നശിപ്പിക്കുന്ന രീതിയിൽ ചില കോണുകളിലെങ്കിലും ഉണ്ടാവുന്നുണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ള അനുകൂല വിധികൾ വരുന്നത്. അങ്ങനെയാണല്ലോ, പ്രതികൂലമായിട്ട് വിധി വന്നു കഴിഞ്ഞാൽ കോടതിയെ തള്ളിപ്പറയും. അത് സംഭവിച്ചിട്ടുള്ളതാണല്ലോ ഇതിന് മുന്നേ. കുഞ്ഞനന്തൻ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞ ഫാസിസ്റ്റ് ബൂർഷ കോടതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്.